നിങ്ങളിതൊന്ന് കേട്ടെ. ഇന്ന് പിന്നെ കൽപ്പറ്റ CPM ഓഫീസിൽ വെച്ചിട്ട് ഒരു സീരിയൽ ഉണ്ടായിരുന്നു. നസീർഖാനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങളോട് വീട് തരാന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ചാണ്. പക്ഷെ ഞങ്ങളതിൽ വലിയ ആളുകളായിരുന്നു. പക്ഷെ സംഭവം എന്താണെന്ന് അവിടെ പോയപ്പോഴാണ് സത്യാവസ്ഥ മനസ്സിലായത്. പക്ഷെ ഞാൻ അന്നും ഇന്നും കോൺഗ്രസ് തന്നെയാണ്. അതിന് ഞാനതിന് ഒരു വിട്ടുവീഴ്ചക്ക് അവരോട് തയ്യാറായിട്ടില്ല. ഞാൻ ആ നിമിഷം തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ അന്നും ഇന്നും കോൺഗ്രസ്സാണ്. ഇത് ഇന്ന് നസീറിൻ്റെ കൂടെ പത്രസമ്മേളനത്തിന് പോയ സൗജത്തിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് ഒരാളുടെ. ഇനി ബാക്കിയുള്ളതൊക്കെ വന്നുകൊണ്ടിരിക്കുക. വീട് തരാം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് CPIM ഓഫീസിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് നസീർ ആലക്കൻ പാർട്ടിയിലേക്ക് പോകുന്നതായ പ്രഖ്യാപനം കണ്ട് അവിടെ നിന്ന് വിഷമിച്ചിറങ്ങിപ്പോന്ന ഒരാളാണ്. ഇതുപോലെ ഇനിയും ആളുകൾ വരാൻ പോവാ. ഞങ്ങൾ ചോദിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പ് എടുത്തിട്ട് വെച്ചാൽ ഈ കൂലിത്തല്ല് ഈ തെറി പറയാൻ വേണ്ടി ആളുകളെ കൂട്ടും. തെരഞ്ഞെടുപ്പ് എടുത്താൽ ഈ നാട്ടിലൊക്കെ ചില നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ വയനാട്ടിലെ CPM ഇത്രയും മോശമായ സാഹചര്യത്തിലായോ? ഈ കൂലിത്തല്ലുകാരെ പോലെ തെറി പറയാൻ വേണ്ടി ഒരാളെ വാടകയ്ക്ക് എടുത്ത് കഴിഞ്ഞിട്ട് തെറി പറയേണ്ട ആവശ്യത്തിലേക്ക് വയനാട്ടിലെ CPM എത്തിയോ? അത് CPM നേതാക്കന്മാരാ പറയണ്ടേ. ഈ പറഞ്ഞ കക്ഷിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് പ്രധാന നേതാക്കന്മാരാണ്. ഞാൻ അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഈ പറഞ്ഞതിനോട് അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അവരോട് കൂടി ഇരുന്നിട്ടാണല്ലോ ഈ പറയണേ. അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട്.